മൈ ഡിയർ ചിൽഡ്രൻ, ഒരു കൈത്തിരി നിങ്ങളുടെ ഉള്ളിൽ എന്നും അണയാതെ നിൽക്കട്ടെ. അറിവുകൾ സമ്പാദിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം അതിനൊരിക്കലും ഒരു അവസാനവും ഉണ്ടാവരുത്. ഈ പാർട്ട് ഞാനിവിടെ നിർത്തുക കേട്ടോ. ഇന്ന് തന്നെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഇട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇന്ന് വൈകിട്ട് ക്ലാസ്സിന് നമ്മൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പോഴും നമുക്ക് ഈവനിങ്ങിൽ കാണാം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നിങ്ങളോട് ചോദിക്കും. പഠിച്ചു വച്ചേക്കണേ. താങ്ക് യു. ഹായ് ചിൽഡ്രൻ, നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പ്ലേസ് ഉണ്ട്. പ്രശ്നോംക്ക് ഉത്തർ ലിഖിയെ, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ആൻസർ ദ ക്വസ്റ്റ്യൻസ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. ഓക്കെ. ലക്ഷ്മി കെ ബാരേമേ പടോസി ക്യാ ബാത്തേം കർത്തേ ഥേ. ലക്ഷ്മിയെക്കുറിച്ച് പടോസി എന്ന് പറഞ്ഞാൽ അയൽവാസികൾ അല്ലേ, അവർ എന്താണ് ലക്ഷ്മിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്? ലക്ഷ്മി കെ ബാരേമേ പടോസി ബാത്തേം കർത്തേ ഥേ कि जब घर में खाने को कुछ नहीं है, रोज़ रोज़ मेहमानों को क्यों बुलाते हैं. വീട്ടിൽ കഴിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാ ദിവസവും വിരുന്നുകാരെ വിളിക്കുന്നത് എന്നാണ് പടോസികൾ, അയൽക്കാരുടെ വീട്ടിലേക്ക് അരിയെടുക്കാനും പച്ചക്കറി എടുക്കാനൊക്കെ ചെല്ലുമല്ലോ. അപ്പം അവർ പറയുന്നതാണ് ഇത്. ലക്ഷ്മിക്ക് ബാരമേ പടോസി ബാത്തേം കർത്തേ ഥേ. ലക്ഷ്മിയെക്കുറിച്ച് അയൽവാസികൾ പറഞ്ഞിരുന്നത് ഇതാണ്. ജബ് ഘർ മേ കാനേ കോ നഹി ഹെ, വീട്ടിൽ കഴിക്കാനൊന്നുമില്ല എങ്കിൽ തോ റോജ് റോജ് മെഹമാനോം കോ ക്യോ ബുലാത്തെ ഹെ, പിന്നെ എന്തിനാണ് എല്ലാ ദിവസവും വിരുന്നുകാരെ വിളിക്കുന്നത്? ഇതാണ് പടോസി ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഖ. മെഹമാനോം കെ ആനെ മേ ലക്ഷ്മി കെ വിചാർ സുൻകർ വിഷ്ണു പോറ്റിനെ ക്യാ കഹ. മെഹമാന്മാർ ഇങ്ങനെ വിരുന്നുകാരിങ്ങനെ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ട് വരരുത്, അത് മടുപ്പാണ്, ഇവിടെ ഭക്ഷണമൊന്നുമില്ല കഴിക്കാനായിട്ട്, ഞാൻ എല്ലാ ദിവസവും വിശന്നിരിക്കുക, ഇനി അങ്ങനെ ചെയ്യരുത്, ദയവായി എന്നോട് ശകലം കരുണ കാണിക്കണമെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു അല്ലേ. അപ്പം വിഷ്ണു പോറ്റി എന്താണ് ലക്ഷ്മിയോട് മറുപടി പറഞ്ഞത്? മെഹമാനോം കെ ബാരേമേ ലക്ഷ്മി കെ വിചാർ സുൻകർ വിഷ്ണു പോറ്റിനെ കഹ. മെഹമാൻ വിരുന്നുകാരെക്കുറിച്ചുള്ള ലക്ഷ്മിയുടെ വിചാരം കേട്ടപ്പോൾ വിഷ്ണു പോറ്റി പറഞ്ഞു, ദൂസറോം കെ സാത്ത് മിൽ ബാട്ടുകർ ഖാനെ സെ കല്യാൺ ഹോത്തേ ഹെ. മറ്റുള്ളവരുമായി ഒന്ന് ചേർന്ന് അവർക്ക് പങ്കുവെച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് നന്മയുണ്ടാകുക. തും ഭഗവാൻ പർ ഭരോസ രഖോ, നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. യഹി തുമാര ധർമ്മ ഹെ, ഇതാണ് നിൻ്റെ ധർമ്മം, ഇതാണ് നിൻ്റെ മതം. മെഹമാനോം കെ ബാരെ മേ ലക്ഷ്മി കെ വിചാർ സുൻകർ വിഷ്ണു പോറ്റിനെ കഹ, दूसरों के साथ मिल बांटकर खाने से कल्याण होता है. തും ഭഗവാൻ പർ ഭരോസ രഖോ യഹി തുമാര ധർമ്മ ഹെ. അത് കൊള്ളാം അല്ലേ. വിഷ്ണു പോറ്റി സ്വയം കഴിക്കുകയും ഭാര്യയ്ക്കുള്ള പങ്ക് വിരുന്നുകാർക്ക് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? മറ്റുള്ളവർക്ക് പങ്ക് വെച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, എല്ലാം നന്മയ്ക്കായിട്ടൊക്കെ വരും. അത് സ്വയം വയറുമുട്ട കഴിച്ചിട്ടാണ് പറയുന്നത്. അത് കഴിക്കാതെ സ്വന്തം വീതമെടുത്താണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്തതെങ്കിൽ ഓക്കെ, പക്ഷേ അങ്ങനെയായിരുന്നില്ല ഇത്. ഒന്നുകൂടെ വായിച്ചു തരാം, എല്ലാവരും കേൾക്കുക കേട്ടോ. മെഹമാനോം കെ ബാരമേ ലക്ഷ്മി കെ വിചാർ സുൻകർ വിഷ്ണു പോറ്റിനെ കഹ, दूसरों के साथ मिल बांटकर खाने से कल्याण होते हैं. തും ഭഗവാൻ പർ ഭരോസ രഖോ യഹി തുമാര ധർമ്മ ഹെ. നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, ഇതാണ് നിൻ്റെ ധർമ്മം എന്നാണ് വിഷ്ണു പോറ്റി പറഞ്ഞത്. ഓക്കെ. ഹായ് ചിൽഡ്രൻ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഗ. ലക്ഷ്മിനെ മെഹമാനോം കോ ഭഗാനെ കെ ലിയെ ക്യാ ഉപായ സോച്ച. ലക്ഷ്മി ഈ വിരുന്നുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഐഡിയയാണ് പ്രയോഗിച്ചത്? മെഹമാനോം കെ ആനെ പർ ലക്ഷ്മിനെ ധാൻ കൂട്ടനേക്ക മൂസലായി. പിറ്റേ ദിവസവും ഈ മെഹമാന്മാരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ, വിരുന്നുകാരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഇനി രക്ഷയില്ല, എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല എന്ന് തന്നെ ലക്ഷ്മി തീരുമാനിച്ചു. എന്നിട്ട് ലക്ഷ്മി എന്ത് ചെയ്തു? ഒരു ഉലക്ക എടുത്തുകൊണ്ട് വന്നു, അരി പൊടിക്കുന്ന ഉലക്ക എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ദീവാർക്ക് സഹാരമേ ടിക്ക ദിയ, ഭിത്തിയിൽ അതുകൊണ്ടുപോയി ചാരി വെച്ചു. ഉസ്കെ ചാരു മോർ ഫൂൽ ഡാലെ, അതിൻ്റെ 4 ചുറ്റും പൂക്കളിട്ടു. ദീപക് ജലായ, വിളക്ക് കത്തിച്ചു. അവർ ധ്യാൻമഗ്ന ഹോക്കർ പൂജ കർണയിലേക്ക്, വളരെ ധ്യാനിതയായിട്ട് ഇരുന്ന് ധ്യാനലീനയായി ഇരുന്ന് പൂജ ചെയ്യാനായിട്ട് ആരംഭിച്ചു.
ओके। मेहमानों के आने पर लक्ष्मी ने ध्यान घुटने का मूसल लाई और दीवार के सहारे में टिक्का दिया। उसके चारों ओर फूल डाले, दीपक जलाया और ധ്യാനമഗ്ന होकर पूजा करने बैठी. വളരെ ധ്യാനലീനയായി ഇരുന്ന് പൂജ ചെയ്യാൻ ആരംഭിച്ചു. ഓക്കെ. क्वेश्चन नंबर घ. लक्ष्मी ने पति को मेहमानों के जाने का क्या कारण बताया. ലക്ഷ്മി തൻ്റെ പതിയോട് ഈ വിരുന്നുകാർ പോകാനുള്ള എന്ത് കാരണമാണ് പറഞ്ഞത്. ലക്ഷ്മിനെ ബതായ കി വേ മുझसे മൂസൽ മാംഗ് രഹേ थे. ലക്ഷ്മി തൻ്റെ പതിയോട് വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? വേ മുझसे മൂസൽ മാംഗ് രഹേ थे. അവരെന്നോട് ഉലക്ക ചോദിക്കുകയായിരുന്നു. മേനെ കഹ, ഞാൻ പറഞ്ഞു, കി വേ മേരെ ഘർ മേ ഏക് ഹി മൂസൽ ഹേ. എൻ്റെ വീട്ടിൽ ഒരേ ഒരു മൂസലേ ഉള്ളൂ. മേ നഹി ദൂങ്കി, ഞാൻ തരത്തില്ല. തോ വേ ഗുസ്സ ഹോക്കർ ചലേക്കേ. അവരത് കേട്ടപ്പോൾ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയി. ഇതാണ് ലക്ഷ്മി തൻ്റെ ഭർത്താവിനോട് വിരുന്നുകാർ ഓടിപ്പോകാനുള്ള കാരണം പറഞ്ഞത്. എന്താ പറഞ്ഞേ? ലക്ഷ്മിനെ പതിക്കോ മെഹമാനം കെ ജാനെ കാ ക്യാ കാരൻ ബതായ. ലക്ഷ്മിനെ ബതായ കി വേ മുझसे മൂസൽ മാംഗ് രഹേ थे. അവനെന്നോട് മൂസൽ ചോദിക്കുകയായിരുന്നു. മേനെ കഹ कि मेरे घर में एक ही മൂസൽ ഹേ. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരേ ഒരു മൂസലേ ഉള്ളൂ. മേ നഹി ദൂങ്കി, ഞാൻ തരില്ല. तो वे गुस्सा होकर चले गए. അത് കേട്ടപ്പോൾ അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയി. ഓക്കെ, എഴുതി വെക്കുക കേട്ടോ. ചില്ലൻ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. बाद में വിഷ്ണുപതി घर में मेहमान आने को तैयार क्यों नहीं थे. പിന്നീട് വിഷ്ണുപോറ്റിയുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ്? बाद में വിഷ്ണുപോറ്റി घर में मेहमान आने को तैयार नहीं थे. പിന്നീട് വിഷ്ണുപോറ്റിയുടെ വീട്ടിലേക്ക് ഒരാളുകളും പോലും കഴിക്കാൻ വേണ്ടി ചെല്ലാൻ തയ്യാറായില്ല. കാരണം എന്താണ്? क्योंकि गाँव वालों ने अफवाह फैला दी. കാരണം ഗ്രാമവാസികൾ അപവാദം പറഞ്ഞു പരത്തി. എന്താ പറഞ്ഞേ? कि विष्णुपोटी ने मेहमानों को घर पर बुलाकर मूसल से मारते हैं. ഈ ഗ്രാമവാസികൾ ഇങ്ങനെ പറഞ്ഞു പരത്തി ഈ വിഷ്ണുപോറ്റി ആളുകളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ചെന്നിട്ട്, വിരുന്നുകാരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ചെന്നിട്ട് ഭക്ഷണമല്ല കൊടുക്കുന്നത്, ഉലക്കം കൊണ്ട് അടിക്കൂട്ടത്ത് വിടുകയാണെന്ന് ഗ്രാമവാസികൾ നാട് നീളെ പറഞ്ഞു പരത്തി. അതുകൊണ്ട് പിന്നീട് ഒരൊറ്റ വിരുന്നുകാരും വിഷ്ണുപോറ്റിയുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല. അപ്പം നമ്മുടെ ലക്ഷ്മി രക്ഷപ്പെട്ടു അല്ലേ? ഇനി പട്ടിണി ഇരിക്കേണ്ടി വരില്ലല്ലോ. ओके. बाद में विष्णुपोटी के घर में मेहमान आने को तैयार क्यों नहीं थे. बाद में विष्णुपोटी के घर में मेहमान आने को तैयार नहीं थे क्योंकि गाँव वालों ने यह अफवाह फैला दी कि विष्णुपोटी ने मेहमानों को घर बुलाकर मूसल से मारते हैं. और कुड़ी. बाद में विष्णुपोटी के घर में मेहमान आने को तैयार नहीं थे क्योंकि गाँव वालों ने यह अफवाह फैला दी कि विष्णुपोटी ने मेहमानों को घर बुलाकर मूसल से मारते हैं. ओके, ठीक, थैंक यू.